വെള്ളാപ്പള്ളി കാറിൽ കയറി എന്ന് പറയുന്നത് എന്തോ ഒരു ഒരു എന്തോ ഒരു മഹാ അപരാധം നടന്നൊരു മട്ടിൽ ചിലർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവിടെ പമ്പയിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ പോയപ്പോൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പരിപാടി സ്ഥലത്തേക്ക് കുറച്ചകലം പോകാനുണ്ട്. അങ്ങോട്ട് അപ്പോഴാണ് വെള്ളാപ്പള്ളി എന്നെ കാണാൻ വരുന്നത്. കണ്ട് സംസാരിച്ച് പരിപാടിക്ക് പോകാൻ വേണ്ടി ഞാനും ഇറങ്ങുന്നു, അദ്ദേഹവും ഇറങ്ങുന്നു. അപ്പോൾ പരിപാടിയിലേക്ക് പോകാൻ ഞാൻ കാറ് കയറുമ്പോൾ അദ്ദേഹവും എന്നോടൊപ്പം കാറിൽ കയറി എന്നുള്ളതാണ് വസ്തുത. ആ ദൂരത്തേക്ക് അദ്ദേഹം നടന്നു പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ ആ കാറിൽ കയറട്ടെ എന്ന നിലപാട് ഞാനും സ്വീകരിച്ചിട്ടുണ്ടാവും. അതിലെന്താ ഒരു തെറ്റ്? സാധാരണഗതിയിൽ എന്തോ ഒരു ഒരു തരത്തിലും തൊട്ടുകൂടാൻ പറ്റാത്ത ഒരാളാണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ എന്ന് പറയാൻ പറ്റും. അത് ഏതൊരാളായാലും നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ. പ്രത്യേകിച്ച് ഒരേ പ്രായക്കാർ, ഒരേക്കാളും കുറച്ച് പ്രായമുള്ള ആൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത്തരം ആളുകളെ ആദരിക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ലേ. അതിനകത്ത് എന്താ വേറൊരു അപാകതയുള്ളത്? അതിലേതെങ്കിലും ഒരു അപാകത ഞാൻ കാണുന്നില്ല. പക്ഷേ വലിയ തോതിൽ തെറ്റായി അതിനെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതയാണ്. വെള്ളാപ്പള്ളി എന്നത് നമ്മുടെ സംസ്ഥാനത്തെ ചില പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളുടെ നേതാക്കളിൽ ഒരാളാണ്. സാമുദായിക നേതാക്കൾ അവരുടേതായ അഭിപ്രായങ്ങൾ പലപ്പോഴും രേഖപ്പെടുത്താറുണ്ട്. ഞങ്ങളതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി പോകാറുമുണ്ട്. അതാണ് സാധാരണ നടക്കുന്നത്. ന്യൂനപക്ഷ വിരുദ്ധമല്ല ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ലീഗിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നെ എന്തിനാണ് ന്യൂനപക്ഷ വിരുദ്ധനാക്കുന്നതൊക്കെ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരവർക്ക് വേണ്ട കാര്യങ്ങൾ അവരവരും അല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നർത്ഥം. നമ്മൾ ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്ന് മാത്രമേ ഉള്ളൂ.